നസ്രത്തിലെ ജീവിതം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. പ്രകൃത്യാ പരിശുദ്ധ ത്രിത്വം സാമൂഹ്യ ജീവിതമാണ് നയിക്കുന്നത്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലൂടെ വ്യക്തിവികാസവും പൂർണ്ണതയും പ്രാപിക്കണമെന്നാണ് ദൈവപരിപാലന. എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹ്യ ജീവിതാരംഭിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ മാർ യൗസേപ്പ് നസ്രത്തിലെ തിരുകുടുംബത്തിന്റെ നാഥനായിട്ടാണ് സ്വജീവിതം നയിച്ചത്. പരിശുദ്ധ കന്യകയുടെയും ഉണ്ണിമിശിഹായുടെയും സാന്നിധ്യം ആ ചെറുഭവനത്തെ ഭൂമിയിലെ സ്വർഗമാക്കി പകർത്തി. തിരുകുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചത്. നരകുല പരിത്രാതാവായ ഈശോ മിശിഹ അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നസ്രത്തിലെ തിരുകുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹത്വം വ്യക്തമാക്കി. പരിശുദ്ധ കന്യക അവിടുത്തെ മണവാളനായ വിശുദ്ധ യൗസേപ്പിനോട് ഏറ്റവും നിർമ്മലമായ സ്നേഹം പുലർത്തി ഒരു മാതൃകാ ഭാര്യ, ഗൃഹനാഥ, മാതാവ് എന്നീ നിലകളിൽ വിശുദ്ധ യൗസേപ്പിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഈശോ മാതൃകാപുത്രൻ എന്നുള്ള നിലയിൽ വിശുദ്ധ യൗസേപ്പിനെയും പരിശുദ്ധ കന്യകയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അപ്രകാരം അവിടെ ഏക ഹൃദയവും ഏക ആത്മാവുമായിരുന്നു. വിശുദ്ധ യൗസേപ്പ് തിരുകുടുംബനാഥൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയുടെയും ദിവ്യകുമാരന്റെയും ജീവിതം ഏറ്റവും സൗഭാഗ്യകരമാക്കാൻ പരിശ്രമിച്ചു. അദ്ദേഹം വേല ചെയ്ത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവരെ പോറ്റി കുടുംബത്തിൽ പരിപാവനമായ ഒരു അന്തരീക്ഷം പുലർത്തി. പരസ്പര സ്നേഹം, സേവനം, പ്രാർത്ഥന എന്നിവ തിരുകുടുംബത്തിൽ പരിപുഷ്ടമായി. കുടുംബമാണ് സമുദായത്തിന്റെ അസ്ഥിവാരം. കുടുംബങ്ങൾ ക്രൈസ്തവമാകുമ്പോൾ സമൂഹങ്ങളും ജനപദങ്ങളും ലോകം തന്നെയും ക്രൈസ്തവമാകും. നമ്മുടെ കുടുംബങ്ങളിൽ ക്രൈസ്തവമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും ഈശോനാഥനും തിരുകുടുംബത്തിൽ ജീവിച്ചിരുന്നതുപോലെ നാമും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഈശോനാഥൻ ഭരണം നടത്തണം. മരിയാംബിക രാജ്ഞിയായി വാഴണം. അതോടൊപ്പം മാർ യൗസേപ്പിനും കുടുംബത്തിൽ സ്ഥാനം നൽകുക. കുടുംബങ്ങളിൽ പ്രാർത്ഥന ജപിക്കണം. കുടുംബാംഗങ്ങൾ ഒന്നുചേർന്ന് പരസ്പര സ്നേഹം പരിപുഷ്ടമാക്കണം. കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹവും സേവന സന്നദ്ധതയും ഉണ്ടായിരിക്കട്ടെ. സന്താനങ്ങളുടെ നല്ല വളർത്തലിൽ ശ്രദ്ധ പതിപ്പിക്കുക. മാതാപിതാക്കന്മാർ കത്തോലിക്ക വിദ്യാഭ്യാസം അവർക്ക് നൽകുക. സൽഗ്രന്ഥിയങ്ങളും പത്രമാസികകളും അവിടെ പ്രവേശിക്കട്ടെ. അശ്ലീലമായവ കുടുംബാന്തരീക്ഷത്തെ മലീമസമാക്കും. വിശുദ്ധ ഗ്രന്ഥപാരായണം എല്ലാ ദിവസവും കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കണം. വിവാഹം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിനുള്ള കൂദാശയാണ്. മിശിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതീകം. ഭൗതിക ശരീരത്തിന്റെ പ്രതിരൂപം. തിരുകുടുംബത്തിന്റെ മാതൃക.